അക്ബറും ആദിലയും നൂറയും അനിമോളും ഷാനവാസും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ലൈവിൽ. അപ്പം അക്ബർ ഷാനവാസിനോട് പറയാണ്, പഴുതാരയ്ക്ക് നിൻ്റെ അത്ര വിഷയമില്ലെന്ന്, തമാശ കണക്കാണ് പറയുന്നത്, പഴുതാരയ്ക്ക് നിൻ്റെ അത്ര വിഷയമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഷാനവാസ് ചിരിക്കുന്നത് കേട്ടിട്ട്, പക്ഷേ നൂറ പറയാണ്, അടി അടി അക്ബർക്ക് അടി എന്ന് പറയുന്നത്. അപ്പം ആദില ഒരു അടി കൊടുക്കുകയാണ്. അപ്പോൾ അവരത് തമാശയായിട്ടാണ്. അക്ബർ കലാഭവൻ പാട്ടൊക്കെ പാടുന്നുണ്ട്, പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് ഇങ്ങനെ മീശയെ പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അനുമോട് പറഞ്ഞു, ഇങ്ങനെ മീശ പിടിച്ച് അത് പൊഴിഞ്ഞ് വീഴുക. അപ്പോൾ ഷാനവാസ് പറയാണ്, ഉപദേശത്തിന് നന്ദിയെന്ന്. അപ്പോൾ അനുമോട് പറഞ്ഞു, ഈക്ക ഇങ്ങനെ ചരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മീശ കണ്ട ചുണ്ടൻ വെള്ളം പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പം ഷാനവാസ് അത് അവർ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ അനുമോൾ അത്രയും വിഷമിക്കാനുള്ള കാരണം ഇവർ രണ്ടുപേരാണ്. നിവിൻ്റെ കൂടെ ചേർന്നിട്ട് അക്ബറും ഷാനവാസും കൂടെയാണ് അത്രയും കോയിന് ആര്യന് കൊടുത്ത് ആര്യന് ആ ഫസ്റ്റ് പൊസിഷനിൽ വന്നത്. അല്ലെങ്കിൽ അനുമോളായിരുന്നു ഇന്നലെ ആ ഗെയിം ജയിക്കേണ്ടത്. പക്ഷേ അനുമോൾ നോക്കുക, അനുമോൾ അത് ഇത്രയും അപ്പം തന്നെ മറന്ന് അവരെല്ലാം മറന്നിട്ടാണ് അനുമോൾ അവരുടെ കൂടെ ഇരുന്ന് ചിരിച്ചത്. ഇവർ ചിരിച്ച് കൂടെ ഇരിക്കുകയും ചെയ്യും, പക്ഷേ ഇതേണക്കുള്ള പണികൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ അനുമോൾ ആ കാര്യമൊക്കെ മനസ്സിൽ പോലും ഇല്ല. അനുമോൾ ഭയങ്കര സന്തോഷത്തോടെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അനുമോളുടെ കൂടെ ആരിരുന്നാലും അതൊരു പരദൂഷണ കമ്മിറ്റിയോ അതൊരു ഗ്രൂപ്പുകളെയോ ഒന്നും ആവുന്നില്ല. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചും പാട്ടും പാടിയിരിക്കും. അതാണ് അനുമോളുടെ കൂടെ ആരിരുന്നാലും. പക്ഷേ ഷാനവാസോ അക്ബറോ ഏത് ഗ്രൂപ്പിലിരുന്നാലും അതൊരു ഗ്രൂപ്പ് കളി, അല്ലെങ്കിൽ ഒരു പരദൂഷണ കമ്മിറ്റി, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണി കൊടുക്കുന്നത്, ഇതൊക്കെയാണ് അവരുടെ ചർച്ച. ഈ ഷാനവാസ് എപ്പോൾ അനുമോടെ കൂടെ ഇരുന്നാലും അനീഷിൻ്റെ കൂടെ ഇരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാനവാസിൻ്റെ ഗെയിം. നല്ല തമാശയൊക്കെ ചിരിയും കളിയൊക്കെ ആയിട്ട് നല്ലതായിരിക്കും ഷാനവാസിൻ്റെ അന്നത്തെ ഗെയിം. എപ്പോഴായാലും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അനുമോടെ കൂടെ ഇരിക്കുമ്പോൾ നല്ല ഗെയിമാണ്, അതൊക്കെ അനീഷിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും നല്ല ഗെയിമാണ്. അക്ബർ തന്നെ എവിടെ ഇരുന്നാലും പാട്ട് കാണും. എന്തെങ്കിലും ഒരു പാരടിയെങ്കിലും അക്ബർ ഏത് ഗ്രൂപ്പിലിരുന്നാലും പാടും. പിന്നെ ആർക്കെങ്കിലും പണി കൊടുക്കണമെങ്കിൽ പണി കൊടുക്കുകയും ചെയ്യും, ആ കൂടെ ഇരിക്കുന്നവരെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കഴിവ് അക്ബറിനുണ്ട്. എന്നാലും അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.